അങ്ങനെ അതാ റസൽമേനിയ അടുത്തു. ഈ വരുന്ന ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായിരിക്കും നമുക്ക് റസൽമേനിയ കാണാൻ സാധിക്കുന്നത് ലൈവായിട്ട് തന്നെ. അതായത് ഏപ്രിൽ 19-നും ഏപ്രിൽ 20-നും രാവിലെ 3:30 മുതലായിരിക്കും നമുക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഡേ 1-ലെ മാച്ചുകൾ ഏതൊക്കെയാണെന്നുള്ളതും അതിന്റെ പ്രഡിക്ഷനും കൂടി നമുക്ക് നോക്കിയാലോ. ആദ്യത്തെ മാച്ച് ഉസോസും LA നൈറ്റും ടീമായിക്കൊണ്ട് വിഷൻ ടീമിനെതിരെയും ഐഷോ സ്പീഡിനെതിരെയും മത്സരിക്കുന്ന 6 മാൻ ടാഗ് ടീം മാച്ചാണ്. ഈ മാച്ചിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കാണുന്നത് മറ്റാർക്കും തന്നെയില്ല, ഉസോസിനും LA നൈറ്റിനും തന്നെയാണ്. ഫാൻസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഐഷോ സ്പീഡിന്റെ മൊമെന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു. പിന്നീടുള്ള മാച്ച് എല്ലാവരും കാത്തിരിക്കുന്ന ഈ വർഷത്തെ റസൽമേനിയയിൽ ഏറ്റവും തരംഗമാവാൻ വേണ്ടി പോകുന്ന മാച്ചായിരിക്കും സെത്ത് റോളിൻസ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മാച്ച്. വലിയ രീതിയിലുള്ള സ്റ്റോറി ലൈനുകളൊന്നും തന്നെ ഇതിന്റെ പുറകിലില്ല, പക്ഷേ ഈ ഒരു മാച്ച് ഒരു ഗംഭീര മാച്ചായിരിക്കും. ഈ ഒരു മാച്ചിൽ വിജയിക്കാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഞാൻ കാണുന്നത് ഗുന്തറിന് തന്നെയാണ്. സെത്ത് റോളിൻസിന് ഈ ഒരു മാച്ചിൽ തോറ്റു കഴിഞ്ഞാലും വലിയ പ്രശ്നമൊന്നും തന്നെ വരാൻ വേണ്ടി പോകുന്നില്ല. ഒരൊറ്റ നോൺ ടൈറ്റിൽ മാച്ചിൽ പോലും ഗുന്തർ ഇതുവരെ തോറ്റിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഗുന്തർ തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുമെന്നാണ് എന്റെ പ്രഡിക്ഷൻ. അടുത്ത മാച്ച് ഡ്രൂ മെക്കിന്റയർ വേഴ്സസ് ജേക്കബ് ഫാറ്റു തമ്മിലുള്ള ഒരു അൺസാങ്ഷൻഡ് മാച്ചാണ്. ഈ ഒരു മാച്ചിലും വിജയം രണ്ടുപേർക്കും ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഡ്രൂ മെക്കിന്റയറോ ജേക്കബ് ഫാറ്റുവോ വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും എന്റെ പ്രഡിക്ഷൻ ആയിട്ട് ഞാൻ പറയുന്നത് ജേക്കബ് ഫാറ്റു വിജയിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇതുപോലെയുള്ള വലിയൊരു മൊമെന്റിൽ ജേക്കബ് ഫാറ്റു വിജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വലിയ വലിയ ലെവലിലേക്ക്, വലിയ ചാമ്പ്യൻഷിപ്പിന്റെ പുറകിലേക്ക് എല്ലാം തന്നെ WWE കൊണ്ടുപോകാൻ കഴിയും. പിന്നെ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന, എന്നാൽ പാറ്റ് മക്കാഫി വന്നതിന് ശേഷം ഒരാൾ പോലും കാത്തിരിക്കാത്ത റാൻഡി ഓർട്ടൺ വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള WWE ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള മാച്ച്. ഈ മാച്ചിൽ എന്തായാലും പാറ്റ് മക്കാഫിയും ജെല്ലി റോളും എല്ലാം തന്നെ വന്നുകൊണ്ട് വളരെയധികം കുഴമ്പലാക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എന്നാലും റാൻഡി വിജയിച്ചുകൊണ്ട് 15ാമത്തെ തവണ റാൻഡി ചാമ്പ്യൻ ആകുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി WWE ആണ്, TKOയുടെ അണ്ടറിലുള്ള ടീമാണ്, എന്തൊക്കെ നൂലാമാലകളാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇതിൽ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് മാച്ച് ഏതാണെന്നുള്ളതും ആ മാച്ചിൽ ആരാണ് വിജയിക്കുക എന്നുള്ളതും നിങ്ങളുടെ പ്രഡിക്ഷനും കൂടി വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ.